PSC പഠിക്കുന്നവർക്ക് അത് നേടാൻ നിങ്ങളെ സഹായിക്കുന്ന രസകരമായിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. രസകരമാണെങ്കിലും കുറച്ച് സീരിയസുമാണ്. ഒന്നാമത്തേത്, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് നിങ്ങളുടെ വിജയത്തിന് ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യണമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ ഈ കമൻറ്റ് ഒന്ന് നോക്കിയേ. നമ്മളുടെ ഒരു സബ്സ്ക്രൈബറുടെ കമൻറ്റാണ്. ഇദ്ദേഹം പഠിച്ച കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നോട്ട്സുകളാക്കി മാറ്റി അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ച് പഠിച്ച ഒരാളാണ്. അതേപോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ സ്വന്തം വോയിസ് തന്നെ റെക്കോർഡ് ചെയ്ത് ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ട് പഠിച്ച ഒരാളും കൂടിയാണ്. ഇതാണ് നമ്മളുടെ മെയിൻ പോയിൻ്റ്. സ്വയമായിട്ട് നോട്ട്സുകളൊക്കെ തയ്യാറാക്കി എവിടെയെങ്കിലൊക്കെ എഴുതി വെച്ച് നന്നായിട്ട് ലിസൺ ചെയ്തൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള പോയിൻ്റ്. ഇതിൻ്റെ പിറകിൽ അധികം ആർക്കും അറിയാത്ത നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതരം കഴിവ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിച്ച വിജയങ്ങൾ നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ 50% റോള് ഇയാളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ വിചാരിക്കും 24 മണിക്കൂറും പുസ്തകം തുറന്നു വെച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പഠിച്ചു പോയാൽ നമ്മളങ്ങ് വിജയിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം 100 മാർക്കിൻ്റെതാണെങ്കിൽ അതിൽ 50 മാർക്ക് ആർക്കുള്ളതാണെന്ന് അറിയോ? ഫുൾ ടൈം ക്ലാസ്സുകളിലൊക്കെ പോയി ആപ്പുകളൊക്കെ നോക്കി ഇങ്ങനെ എഴുതി പഠിച്ച് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു പോകുന്ന ആൾക്കുള്ളതാണ് 50 മാർക്ക്. ബാക്കി 50 മാർക്ക് ആർക്കുള്ളതാണെന്നറിയോ? ഈ എക്സാമിന് വേണ്ടി കാഴ്ചകളിലൂടെയും കേൾവികളിലൂടെയും സംസാരങ്ങളിലൂടെയും പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ആ എക്സാമിന് വേണ്ടി അവരെ തന്നെ മോൾഡ് ചെയ്തെടുത്ത ആളുകൾക്കുള്ള മാർക്കാണ്. നമുക്ക് വിജയിക്കാൻ അത്ര വേണ്ടി വരുമെന്നറിയോ? ഒരു 60, 70, 80, 90 വേണ്ടി വരും അല്ലേ? എന്തായാലും ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുകയാണെങ്കിൽ ആദ്യത്തേതിൽ നിന്ന് ഒരു 40 മാർക്കും പിന്നത്തേതിൽ നിന്ന് ഒരു 40 മാർക്കും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വിജയിക്കാം. ഇവിടെയാണ് നമ്മളുടെ ഈ സബ്സ്ക്രൈബർ ചെയ്ത കമൻറ്റിൻ്റെ റോള് വരുന്നത്. ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നോക്കിയേ. ഞാൻ ഒരുപാട് നോട്ട്സുകളൊക്കെ തയ്യാറാക്കി പഠിച്ചു, ഒരുപാട് എൻ്റെ വോയിസിൽ തന്നെ കേട്ട് പഠിച്ചു, 5 മാസത്തോളം പഠിച്ചു, ഇപ്പോൾ 2.5 വർഷമായിട്ട് ഞാൻ സർവീസിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും കൂടുതൽ റോളുള്ള കണ്ണിലേക്കും കാതിലേക്കും ഇയാൾ എന്ത് ചെയ്തു? എൻ്റെ ഫോക്കസ് എവിടെയും നഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ സ്വന്തമായി നിർമ്മിച്ച അറിവുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കാലങ്ങളായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇയാൾ പഠിക്കുന്നുണ്ട്. എന്നാൽ 5 മാസം ഇയാൾ ഇരുന്ന് പഠിക്കുന്നതിൻ്റെ കൂടെ ഇത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ ഇയാളുടെ മനസ്സിനെ ഇതിലേക്ക് മാത്രം ബിസിയാക്കി വെക്കാൻ ഇയാൾക്ക് സാധിച്ചു. അപ്പോൾ നിങ്ങളുടെ സംശയം വരിക, നമ്മൾ പഠിക്കുമ്പോഴും ഇതേ കാര്യം തന്നെയല്ലേ സംഭവിക്കുന്നത്? എന്നാൽ ഇവിടെയാണ് പോയിൻ്റ്. നിങ്ങൾക്ക് ഒരു ദിവസം 24 മണിക്കൂർ കിട്ടുന്നതിൽ ഉറക്കത്തിന് ശേഷം ഒരു 15 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നിങ്ങളുടെ ഡെയിലി ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെയുള്ളൊരു 12 മണിക്കൂറിൽ നിങ്ങൾ 2, 3, 4 മണിക്കൂർ പഠിക്കുകയായിരിക്കും. ബാക്കിയുള്ള കൂടുതൽ സമയവും നിങ്ങൾ എന്തായിരിക്കും ചെയ്യാമെന്നറിയോ? 4 മണിക്കൂർ പഠിച്ചാൽ ബാക്കിയുള്ള 8 മണിക്കൂർ നിങ്ങൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സെന്താ വിചാരിക്കാമെന്നറിയോ? ഇദ്ദേഹം പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ സമയവും ഇദ്ദേഹം വേറെ പല ആക്ടിവിറ്റികളിലേക്കും ബിസിയാണ്. വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കുന്നു, നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കുന്നു. ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എനിക്ക് ഭയങ്കര വിഷമായി. ഇന്നലെ എൻ്റെ ഭാര്യ എന്തിനാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്? ഇവളെന്നാന്ന് ശരിയായി വരിക? ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകളുടെ അടുത്തൊക്കെ ഒരുപാട് നല്ല നല്ല മെറ്റീരിയൽസൊക്കെ ഉണ്ട്, എനിക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കുമല്ലേ. ഇങ്ങനെ പോകുന്ന സമയത്ത് നാട്ടുകാരിൽ ഒരാൾ ചോദിക്കും, നീ കുറേ കാലമല്ലോ പഠിക്കുന്ന, ഒന്നും ആയില്ലേ? അല്ലെങ്കിൽ പാരൻസ് പറയും, ആ മൊബൈലേക്ക് ഒന്ന് മാറ്റി വെച്ച് ഇരുന്ന് പഠിക്കും മോനെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയവും വേറെ എന്തൊക്കെയോ പല കാര്യങ്ങളിലേക്കും ബിസി ആവാൻ വേണ്ടിയിട്ടുള്ള പഠിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള മറ്റൊരു സമയവും ഇയാളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പഠിക്കാൻ വേണ്ടി നിങ്ങളിൽ സംഭവിക്കുന്ന മണിക്കൂറുകൾ കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കിട്ടുന്ന ഭൂരിഭാഗം മണിക്കൂറും നിങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവായിരിക്കും. കാണാൻ പോകുന്ന കാര്യങ്ങൾ നെഗറ്റീവായിരിക്കും, കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നെഗറ്റീവായിരിക്കും, സുഹൃത്തുക്കൾ നെഗറ്റീവായിരിക്കും, പാരൻസും ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. ഇങ്ങനൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ കഴിയുക? ഇവിടെയാണ് നിങ്ങളറിയാതെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരു തോൽവിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് ആക്കി മാറ്റുന്നത്. ഇങ്ങനെ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? ഒരുപാട് പഠിക്കുന്നുണ്ടാവും, പക്ഷേ എക്സാമിന് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇവിടെയാണ് ഈ വ്യക്തിയുടെ കമൻറ്റിൻ്റെ പ്രാധാന്യം. ഇദ്ദേഹം പഠിച്ചു കഴിഞ്ഞാലും പലയിടത്തു നിന്നുമായിട്ട് ഇദ്ദേഹം നോട്ട്സുകൾ കാണുന്നു, വോയിസുകൾ കേൾക്കുന്നു. ചിലപ്പോൾ യൂട്യൂബ് തുറക്കുകയാണെങ്കിൽ എക്സാം പരമായിട്ടുള്ള കാര്യങ്ങൾ റെക്കമെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കമൻറ്റ് ചെയ്ത വ്യക്തി അയാളുടെ വിജയത്തിന് വേണ്ടി അയാളുടെ പഞ്ചേന്ദ്രിയങ്ങളെ തന്നെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഒരുപാട് നോട്ട്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് വോയിസുകൾ കേൾക്കാറുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ സൂചന.
ഇതൊക്കെ പറയാൻ നിങ്ങൾക്കെന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ സ്ട്രാറ്റജികളിലൂടെ പോയിട്ട് 1.5 മാസം കൊണ്ട് റെയിൽവേ എക്സാം നേടിയെടുത്ത ഒരാളായിരുന്നു ഞാൻ. പിന്നീട് ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ഇന്ന് കേരളത്തിലുള്ള ഒരു ബെസ്റ്റ് എൻട്രൻസ് എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള കുട്ടികളെ ഡോക്ടറാക്കാൻ വേണ്ടി ഇടയ്ക്ക് മാസത്തിലൊക്കെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ ടീച്ചർമാരൊക്കെ വിളിച്ചിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഈ കുട്ടികളുടെ മനസ്സിലേക്ക് എന്തൊക്കെയാണ് വരുന്നത്, ഫ്രീ ടൈമുകളിൽ അവരുടെ ഇന്ദ്രിയങ്ങൾ എന്തിലേക്കൊക്കെയാണ് ആക്റ്റീവ് ആവുന്നത്, അതിൽ ആർക്കൊക്കെ ലവ് റിലേഷൻസ് ഉണ്ട്, ഏതൊക്കെ രക്ഷിതാക്കൾ വിളിക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഒരു ഡോക്ടറുടെ ഫീൽ എന്തായിരിക്കണം എന്നറിയാൻ വേണ്ടി സ്റ്റെതസ്കോപ്പും കോട്ടും വരെ ഇട്ട് നോക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുത്ത് ഇമോഷണലി അവരുടെ ആഗ്രഹത്തിലേക്ക് അവരെ മാക്സിമം എത്തിച്ചുകൊണ്ട് എക്സാം എഴുതാൻ വിടും. ഇന്ന് വരെയുള്ള അവിടുത്തെ വിജയശതമാനം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ 50% മാർക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും. ഓരോ ദിവസവും പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന മണിക്കൂറുകളിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും നിങ്ങളുടെ ചിന്തകളും എങ്ങോട്ടൊക്കെ പോകുന്നുവെന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. അവിടെ നെഗറ്റീവുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. അത് ഈ പ്രകൃതിയിൽ സെറ്റ് ചെയ്തൊരു കാര്യമാണ്. ഈ നെഗറ്റീവുകൾ ഒരു തവണ കേൾവിയായിട്ട് നിങ്ങളുടെ ചെവിയിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ കേട്ട കാര്യത്തിനാണോ ഞാൻ റോൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ എക്സാമിൽ വിജയിക്കുക എന്നുള്ള കാര്യത്തിനാണോ ഞാൻ റോൾ കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം കിടക്കുന്നത്. ഒരുപാട് പഠിച്ചു പോകുന്ന ഒരാൾക്ക് എക്സാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ടെൻഷൻ കൊണ്ടെല്ലാം മറന്നു പോവുകയാണെങ്കിലോ? ഇത് സംഭവിക്കാനുള്ള ഒരു റീസൺ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാര്യങ്ങളിലേക്ക് ഇയാൾ ഇറങ്ങിയില്ല എന്ന് പറയുന്ന ഒരു റീസൺ. ഇയാളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് എന്തൊക്കെ വരുന്നു എന്ന് ഇയാൾ ശ്രദ്ധിക്കാൻ മറന്നു. ഇയാളെ ഒന്ന് ഫോക്കസ് ചെയ്ത് റിലാക്സ് ചെയ്ത് നിർത്താൻ ഇയാൾ മറന്നു. മെഡിറ്റേഷൻ, പ്രാർത്ഥന പോലുള്ള കാര്യങ്ങളിലേക്ക് ഇയാൾ ഇറങ്ങിയില്ല. അതുമാത്രമല്ല, ചിലപ്പോൾ റിവിഷൻ്റെ കുറവുകൾ പോലും 100-ൽ 50 കിട്ടുന്ന ലെവലിലേക്ക് ഇയാൾ മാറ്റിക്കളയും. എന്നാൽ ഇതേ വ്യക്തി തന്നെ പഠിക്കുന്നതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ചെയ്യുകയാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ നോട്ട്സുകളാക്കി എഴുതി വയ്ക്കുന്നു. സ്വന്തം വോയിസിൽ പലതും റെക്കോർഡ് ചെയ്ത് പഠിക്കുന്നു. ഇതിൻ്റെ കൂടെ പ്രാർത്ഥനകളും മെഡിറ്റേഷനും എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു. മറ്റുള്ളവർ പറയുന്നത് പറയട്ടെ, എൻ്റെ ലക്ഷ്യം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എൻ്റെ ഡ്യൂട്ടി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഈ പഠിക്കാനുള്ള സമയം ഞാൻ നിർമ്മിച്ചെടുത്തതാണ്. ഈ രീതിയിൽ മനസ്സിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവരാതെ ഡിസിപ്ലിനോടുകൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 100-ൽ 50 അല്ല 100-ൽ 1 റാങ്കും നിങ്ങൾക്ക് കിട്ടും. പഠനം കഴിഞ്ഞ് പുസ്തകം അടച്ചു വെച്ചാൽ ചെറിയ നോട്ട്സുകളായി നിങ്ങൾ എവിടെ നോക്കിയാലും ഇതൊക്കെ കാണാൻ കഴിയണം. ഞാൻ ഇത്രയേറെ എഴുതി പഠിച്ച ഒരാളാണെന്ന് കാണാൻ കഴിയുന്ന ന്യൂസ് പ്രിൻറ്റുകളും ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഇരുന്ന് ചെയ്ത ആളാണ് ഞാൻ എന്ന് കാണാൻ കഴിയുന്ന ഒരുപാട് എവിഡൻസുകളും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഗൈഡുകളും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സമയം കിട്ടുമ്പോൾ ലിസൺ ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടേതായ ഓൺ വോയിസിലുള്ള റെക്കോർഡിങ്ങുകളും ഇതെല്ലാം കൊണ്ടും റിച്ചാണോ നിങ്ങൾ എത്തണമെന്ന് തീരുമാനിച്ച ആ ഒരു ലക്ഷ്യം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് കട്ട് ഓഫിൻ്റെ അപ്പുറത്തേക്ക് എന്നല്ല 1 റാങ്ക് വരെ പോവാം. നോട്ട്സ് എഴുതി വെച്ചാൽ വിജയം ഉറപ്പ് എന്ന് ഞാൻ തംബ്നെയിലിൽ കാണിച്ചിട്ടുള്ള 1ാമത്തെ പോയിൻ്റ് ഇതാണ്. സ്വന്തം കൈകൊണ്ട് എഴുതി വെക്കുന്ന നോട്ട്സിന് നിങ്ങളുടെ വിജയവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അപ്പോൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും അറിയോ? ഇയാൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു, ഈ പഠിച്ചതൊക്കെ ഇയാൾ ചെറിയ ചെറിയ നോട്ട്സ് ആക്കിയിട്ടും വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ റിവിഷനൊക്കെ എന്തായാലും ഇനി വളരെ ഈസി ആയിരിക്കും, ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണേണ്ടിയും വരും, ഇനി റിവിഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടും ടഫാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇയാളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഇയാൾ എപ്പോഴാണോ ഈ നോട്ട്സ് എടുത്ത് നോക്കുന്നത് അപ്പോഴേക്ക് ഇയാൾക്ക് എല്ലാം തിരിച്ചു കിട്ടും, എല്ലാ അറിവും ഒന്നും മറന്നു പോകാൻ പോകുന്നില്ല. ഇതെന്താണ് ഇയാൾ ഈ ചുമരിലൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്? ഓ, ആ പഠിച്ച കാര്യങ്ങളാണല്ലേ. ഓ, ഈ നോട്ട്സൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇയാൾ വർഷങ്ങളൊന്നും മറക്കാൻ പോകുന്നില്ല. ഇനി ആർട്ടിക്കിളുകൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മാർക്ക് കുറയ്ക്കാൻ കഴിയില്ല, ഇതൊക്കെ എന്നും കാണേണ്ടി വരുമല്ലോ. ഇനിയിപ്പോൾ ഇയാളൊരു ലേഡിയാണെന്ന് വിചാരിക്കുക, കിച്ചണിലേക്കൊക്കെ പോകുമ്പോൾ ചെറിയ നോട്ട്സൊക്കെ ആയിട്ട് ഇവർ പോകുന്നു, ഇടയ്ക്ക് ഇയർഫോണിലൊക്കെ പലതും കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇയാൾ തുനിഞ്ഞിറങ്ങിയതാണെന്നുള്ള ചിന്ത ഈ മനസ്സിലേക്ക് കയറിക്കൂടും. ഇയാളുടെ ലക്ഷ്യങ്ങളോടുള്ള ഇമ്പോർട്ടൻസ് കുറയ്ക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിന് സംഭവിക്കും. അപ്പോൾ ഞാനാ പറഞ്ഞ 12 മണിക്കൂറിൽ ഭൂരിഭാഗം ടൈമും കൂടിയ സമയവും ലക്ഷ്യങ്ങളോടുള്ള ചിന്തയിലേക്ക് നിങ്ങൾ ബിസി ആവുകയാണെന്ന് മനസ്സ് തിരിച്ചറിയും. അന്ന് മുതൽ നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്തിരുന്നറിയോ? ഇനിയിപ്പോൾ രക്ഷയില്ല, ഇയാൾക്ക് അതങ്ങ് കൊടുത്തേക്കാം, അയാൾ എങ്ങനെയെങ്കിലും ജയിച്ച് പോട്ടെ, വേറെ എന്തും അയാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അയാൾക്ക് എപ്പോഴും അത് മാത്രമാണ് വിചാരം. ഈ ലെവലിലേക്ക് നിങ്ങളെത്തിക്കാൻ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഞാനിന്ന് പറഞ്ഞ ടോപ്പിക്. ഈ രീതിയിൽ ഇന്ദ്രിയങ്ങളിലൂടെ ഇമോഷൻസിലേക്ക് കറക്റ്റ് ഇൻപുട്ട് കൊടുക്കുന്ന ആളുകളെ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല.
നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ കമൻറ്റ് കണ്ടപ്പോൾ അതിൻ്റെ റോള് നിങ്ങളൊന്ന് അറിയിക്കണം തോന്നി. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എനിക്കൊരിക്കലും ഒത്തുവരുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ എന്തായിരിക്കും ചിന്തിക്കാമെന്നറിയോ? നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ വലിയ റോളുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇയാളുടെ ലൈഫിലേക്ക് നിരന്തരം വന്നു പോകുന്നുണ്ട്. ഈ രീതിയിൽ പല കാര്യങ്ങൾ ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഈ മൈൻഡ് മനസ്സിലാക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇയാളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതല്ല. എന്തെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇമോഷണലായി പോകുന്നു, പിന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഇയാൾ അത്ര ബോൾഡല്ല, എന്തായാലും വരുന്നിടത്തിൽ വെച്ച് കാണാമെന്ന് ചിന്തിച്ചുകൊണ്ട് എക്സാം ഹാളിൽ നിന്ന് ഇയാൾക്ക് ഒന്നും ചെയ്യാത്തൊരവസ്ഥ ചിലപ്പോൾ ഈ മൈൻഡ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ സുഹൃത്തെ, ഇതാണ് വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ചില മൈൻഡ് സൈഡ് കാര്യങ്ങൾ. ഞാനിത് പറയാനുള്ള വേറൊരു കാരണം കൂടെ ഉണ്ട്. വെസ്റ്റേൺ നാടുകളിലൊക്കെ ഈ ഒരു സിസ്റ്റം വേറൊരു രീതിയിൽ നടക്കുന്നുണ്ട്. അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള അച്ഛനും അമ്മമാരൊക്കെ അവർക്കുണ്ടാവുന്ന മക്കളെ ചില ഏജൻസികളെ ഏൽപ്പിച്ചിട്ട് ഈ രീതിയിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റികൾ ലൈഫിൽ ലഭിച്ച ആളുകളുമായിട്ട് ഈ കുട്ടികളൊക്കെ ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട്, ചിലപ്പോൾ അവിടെ വരുന്നതൊക്കെ ഭയങ്കര പണക്കാരും സയൻറ്റിസ്റ്റുകളൊക്കെ ആയിരിക്കും. ഇവരുടെ കൂടെയൊക്കെ ഈ മക്കളെ ഇൻട്രാക്ട് ചെയ്യിപ്പിച്ച് അവരിൽ നിന്നുള്ള ചില ക്വാളിറ്റികൾ ഇവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പെയ്ഡ് ആയിട്ടുള്ള സർവീസുകൾ നടത്തുന്ന ഏജൻസികളുണ്ട്. അത്യാവശ്യം പൈസ ഇറക്കാൻ കഴിയുന്ന പാരൻസിനെയാണ് ഇവർ പോയി സമീപിക്കുക. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഇവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന ഏജൻസികൾ. സോ ഇതൊക്കെ മനസ്സിനെ പറ്റി പഠിച്ച ആളുകൾക്കറിയാവുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോടൊരു കഥ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഒരു ഹൗസ് വൈഫ് ആണെങ്കിലും നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും മറ്റുള്ള ആളുകൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചെവിയാകുന്ന ഒരു ഇന്ദ്രിയത്തിലൂടെ ഇപ്പം കയറിയ ഈ ഇൻപുട്ട് എനിക്ക് ആവശ്യമില്ല എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ ഒഴിവാക്കുക എന്ന് പറയില്ലേ, അത് തന്നെ. അവർ പെട്രോൾ ഒഴിച്ച് വെക്കുന്നു, പക്ഷേ നമ്മളത് കത്തിക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് വേസ്റ്റ് ആയില്ലേ ആ പെട്രോളൊക്കെ? നിങ്ങൾ ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് വന്നുപോയ ആ വാക്ക് നഷ്ടമായിട്ട് അവരുടെ മനസ്സിൽ എങ്ങനെ ശേഷിക്കും? ചില സ്ഥലത്ത് സൈലൻസിന് 1000 വാക്കുകളേക്കാൾ പവർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായാലും വിജയം നേടുന്നത് വരെ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിൽ മാനസികമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പരമായിട്ട് നിങ്ങൾക്കതിലേക്ക് ഇറങ്ങി ഇടപെടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.